ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് എൻ്റെ ഹെയർ കണക്ക് സ്മൂത്തനിങ് ചെയ്ത് നല്ല നീളം വെച്ചിട്ടുണ്ടായിരുന്നു. സ്മൂത്തനിങ് ചെയ്തിട്ട് ഒരു വർഷമായിരുന്നു. നല്ലപോലെ നീളം വെച്ചു. അപ്പോൾ സ്മൂത്തനിങ് ചെയ്ത് ഒരു വർഷത്തോളമായി. അപ്പോൾ ഇനിയൊരു ചെറിയൊരു ഹെയർ കട്ട് ചെയ്യാനായിട്ടൊരു സമയമായെന്ന് തോന്നുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. സ്മൂത്തനിങ് ചെയ്തിട്ടും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഒരു വർഷത്തോളം ഒരു മാറ്റവും ഉണ്ടായില്ല. അത് നല്ല രീതിയിൽ നോക്കിയത് കൊണ്ടാണ് ഒരു വർഷത്തോളം ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഈ സ്ട്രെയിറ്റ് ആൻഡ് ഹെയർ ഒരു വർഷത്തോളം അങ്ങനെ തന്നെ ഇരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. എന്നാലും ആ ഒരു ലുക്ക് അതേപടി തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്ത് എന്താ പറയുക പുതിയൊരു ലുക്കാക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് സ്റ്റുഡിയോ 11 സായിബാബ കോളനിയിലുള്ളൊരു സ്റ്റുഡിയോ 11ലേക്കാണ് പോകുന്നത്. അവരുടെ അടുത്ത് ഞാൻ ഇന്നലെ പോയി കൺസൾട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ വേണം മുടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തിരക്കിയിട്ടാണ് നമുക്കിന്ന് പോകാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല നമ്മളിപ്പം ഡെയിലി വണ്ടിയൊക്കെ ഓടിച്ച് അത് 2 വീലേഴ്സൊക്കെ ഓടിച്ച് പോകുമ്പോഴും ഒക്കെ നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കെട്ടി വെക്കാനും. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് വീട്ടിൽ നിന്ന് കെട്ടി വെച്ച് നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിൽ തന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് വീണ്ടും ഹെയറെല്ലാം കൂടെ ശരിയാക്കേണ്ട വരും. കാരണം ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് അറിയാമല്ലോ. ഒന്നാമത്തെ ഭയങ്കര ചൂട്, പിന്നെ നല്ല പൊടി, നല്ല നീളവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണം. നമ്മൾ ഇവിടെ അടുത്തൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ മുടിക്കൊന്നും അത്ര പ്രശ്നം വരില്ല. ഇപ്പോൾ വെള്ളവും പ്രശ്നം, നമ്മുടെ ആ ട്രാവലിംഗ് എല്ലാം കൂടെ കൂടി ഭയങ്കര പ്രശ്നമൊക്കെ ആണ്. നോക്കുമ്പോൾ എല്ലാം പ്രശ്നമല്ലേ. എന്നാലും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചെങ്കിലും ഒന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കണം. അടിവശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ പോലെ ഇരിക്കുകയാണല്ലോ. അടിവശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വൃത്തികേടാണ്. അപ്പോൾ എന്നാൽ പിന്നെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ബിഫോർ ലുക്ക് ഞാൻ നിൽക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, You're sick of my madness. Don't you tell me what I supposed to do. You're better off without me. Don't you tell me what I supposed to do. When I'm walking on the streets half naked, it's part of me, it's part of me. When I'm making my brain make out, it's part of me, it's part of me. When you're crushing all my dreams and you're making me so full, get out of my life. I know what I'm supposed to do. When you're crushing all my dreams and you're making me so full, I know what I'm supposed to do. Naked. I know what I'm supposed to do. Supposed to do. Brain makeup. I know what I'm supposed to do. നമ്മളിതാ ഹെയർ കട്ടും ചെയ്തു, കളറൊക്കെ ചെയ്തു. ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ഞാൻ സെലക്ട് ചെയ്ത കളർ. എങ്ങനെയുണ്ട് ഈ ഒരു ലുക്കെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് അവിടെ ഇരുന്ന് അവരെയും കൂടെ ടെൻഷൻ അടിപ്പിച്ച് ഈ കളർ എനിക്ക് ചേരുവോ എന്ന് ചോദിച്ചു. ആദ്യം ഞാൻ വേറൊരു കളറായിരുന്നു അവൻ എനിക്ക് പറഞ്ഞു തന്നെ. എൻ്റെ കൺഫ്യൂഷൻ കാണാൻ എനിക്കൊന്നും സെലക്ട് ചെയ്യാൻ പറ്റാതിരുന്നിട്ട് അവരെ കൊണ്ട് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ടും എനിക്കതൊരു തൃപ്തി വരുന്നില്ലായിരുന്നു. എന്നിട്ട്
ലാസ്റ്റ് ഞാൻ തന്നെ ഇതങ്ങ് സെലക്ട് ചെയ്തു, എന്നിട്ട് അടിച്ചതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതിലും സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.